എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്തുകൾ വെച്ച് കഫം പൊതിഞ്ഞ പള്ളികൾ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. കബറിനകത്ത് 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. ആ മയ്യത്തിനോടുള്ള സ്നേഹം കണ്ടല്ല. പിന്നെ എന്തിനെന്നറിയുമോ, എല്ലാവരും പിരിഞ്ഞു പോയി കഴിയുമ്പോ ആ കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാണ്. കബർ തിരിച്ചറിയാനുള്ള അടയാളം വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയോ. പാതിരാത്രി ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കിടന്നു വന്നിട്ട് പച്ചമണ്ണ് വെട്ടി മാറ്റുകയോ, പലകകളെടുത്ത് മാറ്റുകയോ. എന്നിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, അത് ഞാൻ അടിച്ചെടുക്കും നബിയേ. കഫം തുണി മോട്ടിക്കുന്ന കള്ളരാ നബിയേ. കബറിനകത്ത് മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. പക്ഷേ കരച്ചിൽ തീരുന്നില്ല. പിന്നെയും കിടന്ന് കരയുകയാണ്. തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് കരയുകയാ. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാ കരയുന്നത് നബിയേ? എന്നെ പോലെ ഒരു പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. അത്രയ്ക്ക് വലിയ കൊടുംപാവിയാ, അത്രയ്ക്ക് വലിയ കൊടുംപാവിയാ. അല്ലാഹു എനിക്ക് പുറത്തു തരൂല നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താ? അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടില് കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കി. ആ പെണ്ണിന്റെ ജനാസയും കൊണ്ട് കബറടക്കി. അടയാളം വെച്ചിട്ട് പിരിഞ്ഞു പോയി. പാതിരാത്രി ഞാൻ ആ പെണ്ണിന്റെ കബറിന്റെ ചാരത്ത് ചെന്നിട്ടു പച്ചമണ്ണുകളെ വെട്ടിമാറ്റി അകത്തിറങ്ങിയിട്ടു ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണികൾ അടിച്ചെടുത്തു. അല്ലാഹുവേ, മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖബറിനകത്തൊരു നൂൽബന്ധം പോലുമില്ലാതെ, ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. അവളോട് എനിക്ക് വികാരം തോന്നി നബിയേ, അവളോട് എനിക്ക് മോഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്തേക്ക് ഓടി ചെന്നിട്ട് പലകയെടുത്ത് മാറ്റി മണ്ണ് വെട്ടി മാറ്റിയിട്ട് ആ ഖബറിനകത്തിറങ്ങിയിട്ട് അതിനകത്ത് കിടന്ന പെണ്ണിന്റെ മയ്യത്തില് ഞാൻ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ബോധം കെട്ട് വീണുപോയി. റസൂലുള്ളാഹിന്റെ കൈകാല് തളർന്നു പോയി. പ്രവാചകന്റെ കൈകാലുകളിരുന്ന് വിറയ്ക്കുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. കാരണം ഖബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവരാ, മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവരാ. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫഹല്ലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചെറുപ്പക്കാരാ, കരയടാ. അതിരാത്രി എഴുന്നേറ്റിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരമോര്. അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം വന്നപ്പോ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എത്ര വലിയ പാപമാണ് നബിയേ? ഇതിനേക്കാളും വലിയ പാപമില്ലല്ലോ. മയ്യത്ത്
മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവനാണല്ലോ, ഖബറിനകത്ത് കടന്ന് വ്യഭിചരിച്ചവനാണല്ലോ. അല്ലാഹു പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുക്കുമോ? അല്ലാഹു പുറത്തു കൊടുക്കുമോ? പക്ഷേ ചിലർക്ക് പുറത്തു കൊടുക്കൂല. അവൻ ആരെന്നറിയുമോ? പടച്ചവനെ മറ്റുള്ളവന്റെ പച്ചയിറച്ചതിന് ഒരു പാവപ്പെട്ടവനെ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് നീ കഅബയിൽ പോയിട്ട് കാര്യമില്ല, കോടികളെ സദഖ കൊടുത്തിട്ട് കാര്യമില്ല, അല്ലാഹുവേ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ട് കാര്യമില്ല, പള്ളിക്കകത്ത് രാവും പകലും കിടന്ന് സുജൂദ് ചെയ്തിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത്? അവന്റെ കാല് പിടിച്ച് പൊരുത്തമാകാതെ നിനക്ക് സ്വർഗ്ഗം കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറിച്ച് പറഞ്ഞു? അവന്റെ അടുക്കപ്പോ കള്ളു കുടിച്ചാൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടവൻ കാര്യം അള്ളാഹു കരുണയുള്ളവൻ പുറത്തരും. വ്യഭിചരിച്ചു, മറ്റുള്ള തെറ്റുകൾ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു കരുണയുള്ളവനാ പുറത്തു തരും. പക്ഷേ ഞാൻ ഇമാമും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിൽ തീർക്കണം, ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടിക്കണം, എങ്കിലേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസാരമായിട്ട് കാണണ്ട, അതൊരു നല്ല സ്വഭാവമല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ, എളുപ്പവഴി സംസാരിച്ചാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയൊന്നും എല്ലാമൊന്നും പറ്റൂല, നമ്മളെ മനുഷ്യന്മാരാ, മലക്കുകളൊന്നുമല്ല. എങ്കിലും പറയുന്നത് തെറ്റാണെന്ന് തിരിയുമ്പോഴെങ്കിലും ഒന്ന് തൗബ ചെയ്യണം. അള്ളാഹു അതിനുള്ള മനസ്സെങ്കിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അതിനുള്ള മനസ്സെങ്കിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി 2 ഇൻഷാ അല്ലാഹ് സമയം പോകുന്നുണ്ട്. 2 അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വാക്കു പറഞ്ഞ പാലിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ പോകാനുള്ള 2ാമത്തെ എളുപ്പവഴി വാക്ക് പറഞ്ഞ പാലിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനൊരു സ്വഭാവം നമുക്കുണ്ടായിരുന്നേ നമ്മളൊക്കെ മലക്കുകളെക്കാളും മുകളിലെത്തിയാൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരിലല്ലേ വാപ്പാൻ അടിച്ചിറക്കി വിട്ടത്? ഒരു പ്രവാചകനല്ലേ ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ. അല്ലാഹു 2 പേരെയും ഭാര്യയും ഭർത്താവിനെയും വിളിച്ചിട്ട് പറഞ്ഞു, യാ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 2 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗം കോരിക്കോ, ഭാര്യയും ഭർത്താവും കേറിക്കോ, എന്ത് വേണമെങ്കിലും തിന്നു കുടിച്ച് 2ഉം കൂടെ കിടന്ന് അടിച്ചു പൊളിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാണുന്ന മരമുണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. എന്തേ? ഇല്ല പടച്ചവനെ പോവില്ല, പടച്ചവനെ ഇല്ല, അടുക്ക പോവില്ല, തിന്നൂല്ല. ഒരൊറ്റ വാക്ക് നിസ്കരിക്കാത്തതിന്റെ നോമ്പൂടിക്കാത്തതിന്റെയോ അതൊന്നുമല്ല, ഒരു മരത്തിന്റെ പഴം തിന്നല്ലേ എന്ന് പറഞ്ഞ് തിന്നതിന്റെ പേരില നമ്മുടെ വാപ്പയും ഉമ്മയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഉടുതുണി പോലും കൊടുക്കാതെ ഇറക്കി വിട്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പാലിച്ചില്ല, സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. നമ്മൾ 1 അല്ല, 1 ലക്ഷമല്ല, 1 കോടി ഏത് വാക്കാ പാലിച്ചിട്ടുള്ളത്? ആരോടെല്ലാം എന്തെല്ലാം പറയുന്നു, ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കാറുണ്ടോ? വയലിന്റെ സദസ്സിൽ പോയി പൈസ കൊടുക്കുമ്പോ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ പോകാ പറയാ, അല്ലാഹു പടച്ചവനെ ഇല്ലപ്പോ ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അറിയില്ല. അതവസ്ഥ. ഏതൊരു കാര്യത്തിലും വാക്ക് പറഞ്ഞ പാലിക്കണം. അള്ളാഹിനോട് പറഞ്ഞവരില്ലേ, മനുഷ്യന്മാരോടുള്ളതൊക്കെ പോട്ടെ, മനുഷ്യന്മാരോടുള്ളതൊക്കെ പോട്ടെ, അള്ളാഹിനോട് വാക്ക് പറഞ്ഞവരില്ലേ ഞാനും ഞങ്ങളും. അള്ളാഹു ആലമുൽ അർവാഹിൽ വെച്ച് വിളിച്ചപ്പോ പറഞ്ഞു, പടച്ചവനെ ഞാനാരാ? അല്ലാ, നീ ഞങ്ങളുടെ റബ്ബ് പടച്ചവനെ, ദുനിയാവി വിട്ട് അല്ലാ നിസ്കാരല്ല പടച്ചവനെ, 24 മണിക്കൂർ നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്യാ, നിന്നെ ഓർക്കാ, നിന്നെ സ്മരിക്കാ, അല്ലാഹുവേ തെറ്റൊന്നും ചെയ്യില്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ വന്ന് ഇന്നത്തെ ദിവസം 5 നേരം നിസ്കരിച്ചോ? ഇന്നത്തെ ദിവസം 5 വഖത്ത് ജമാഅത്തായി നിസ്കരിച്ചപ്പെട്ട് കൈവക്കാൻ പറഞ്ഞ എനിക്ക് നാണം കെടാൻ വയ്യ, നിങ്ങൾ പൊക്കണ്ട, എനിക്കറിയാം പൊക്ക അധികം പേരുണ്ടാവില്ല. വയല് കേൾക്കാമെന്നവരോട് 5 വഖത്ത് ജമാഅത്തായി നിസ്കരിച്ച എത്ര ആണുങ്ങളുണ്ടെന്ന് ചോദിച്ചാ പറയാൻ ധൈര്യണ്ടാ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ കൊച്ചാക്കിയതല്ല, ചിന്തിച്ചു നോക്കിയതാ നമ്മുടെ അവസ്ഥ. നിസ്കരിക്കാനൊന്നും വയ്യ നമുക്ക്. ഇവിടെ മനുഷ്യന്മാർ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, ഇവിടെ 24 മണിക്കൂർ നിസ്കരിക്കാൻ പറഞ്ഞില്ല, 5 വഖത്ത്. അതും നീ ഒരുമിച്ച് തരണ്ട, 25 മിനിറ്റ് മതിയടാ, അത് ഒരുമിച്ച് തരാൻ കാണില്ല, നീ വലിയ തിരക്കുള്ളവനാ. 5 സമയത്ത് മതി, സുബഹിക്ക് ഒരു 5 മിനിറ്റ്, ഉച്ചയാകുമ്പോൾ 5 മിനിറ്റ്, അങ്ങനെ 5 സമയത്തായി ചോദിച്ച് അതുപോലും കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അഹങ്കാരം അല്ലേ? പടച്ച റബ്ബിനെ മറന്നിട്ടുള്ള ജീവിതം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മറിയമിന്റെ 1ാമത്തെ ആയത്ത് ഓതാൻ പറ്റുമോ ഇല്ലയോ? ഓതാൻ പറ്റുമെങ്കിൽ രാജിക്കത്ത് സ്വീകരിച്ചോ ഇൻഷാ അല്ലാഹ്. കാരണം എന്തേ? അതങ്ങനെ ഖുർആനുമായിട്ട് ബന്ധമുള്ളവനല്ലാതെ ഓതാൻ കഴിയില്ല. സൂറത്തുൽ മറിയമിന്റെ 1ാമത്തെ ആയത്ത് പോയിട്ട് ഫാത്തിഹ ഓതാൻ അറിയാത്തവർ ഉസ്താദിന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കുന്നത്. അവസാനം ആൾക്കാരൊക്കെ മിണ്ടാതെ ഇറങ്ങിപ്പോയി. കാരണം ഒന്ന് പോയിട്ട് നോക്കണം കേട്ടാ, സൂറത്തുൽ മറിയമിന്റെ 1ാമത്തെ ആയത്ത് ഓതാൻ പറ്റുമോ എന്നൊന്ന് പരിശ്രമിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പറഞ്ഞത് വാക്ക് പറഞ്ഞാ പാലിക്കണം. ഒരു വാക്ക് പറഞ്ഞതാ, ആരോട് ചെയ്ത എത്രയോ ചെയ്ത വാക്കുകൾ
അല്ലാഹുവേ പടച്ചവനെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ റമളാൻ മാസം എന്തൊരു നിസ്കാരമാണ്. റമളാനിൽ എന്തായിരുന്നു പടച്ചവരെ, പള്ളിക്കകത്ത് നിൽക്കാൻ സ്ഥലമില്ല. അല്ലാഹുവേ സുബഹിക്ക് പോലും 5 മാറും സഫായിരുന്നു. പടച്ചവനെ ഇന്ന് പള്ളിയുടെ അവസ്ഥ എന്തെന്നറിയുമോ? ഇന്ന് പള്ളിയുടെ അവസ്ഥ എന്തെന്നറിയുമോ? പടച്ചവരെ ഈ അടുത്തൊരു പള്ളിയിൽ പോയി മുഅദ്ദിനും ഇമാമും മാത്രമേ ഉള്ളൂ. 3ാമത്തെ വ്യക്തി ഞാനാണ്. അല്ലാഹുവേ എന്തൊരവസ്ഥയാ. എന്റെ പ്രിയമുള്ളവരെ, ജമാഅത്തിന് ആൾക്കാർ വരുന്നതും കാത്തു നിൽക്കുന്ന ഉസ്താദന്മാരുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ മുഅദ്ദിനെങ്ങാനും വീട്ടിൽ പോയാ ഞാൻ തന്നെ ബാങ്ക് വിളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കണം, ജമാഅത്തിന് പോലും ആളെ കിട്ടാത്ത കാലമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവോട് പറഞ്ഞതല്ലേ, റബ്ബിനോട് വാക്ക് പറഞ്ഞതല്ലേ, നിസ്കരിക്കാനല്ലേ അല്ലാഹു പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ, 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. നിസ്കാരം നീ മറന്നാൽ, നിസ്കാരം നീ മറന്നാ നിനക്ക് രക്ഷയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാടൊന്നും പറയുന്നില്ല, ഒരേ ഒരു ഹദീസ് പറയാ. ഇന്ന് 5 നേരം നിസ്കരിച്ചവരുമുണ്ട്, നിസ്കരിക്കാത്തവരുമുണ്ട്. 2 വിഭാഗത്തിനും കിട്ടുന്ന പ്രതിഫലം പറയാ. ഒരേ ഒരു ഹദീസ് പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഇന്ദ റഅസ് റജുലിൻ മിനൽ അൻസാർ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സഹാബി, ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുകയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ, മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാ. കാണേണ്ട താമസം റസൂലുള്ള കരഞ്ഞുപോയി. പ്രവാചകന്റെ കൈകാല് വിറച്ചുപോയി. ഭയാനകമായ രൂപത്തിലാണ് ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി, അസ്റായീലേ ഇതെന്ത് കോലമാണ് ഇസ്രായീൽ, ഇതെന്ത് രൂപമാണ് ഇസ്രായീൽ. ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഒരു മുസ്ലിമാണല്ലോ, പിന്നെ എന്ത് ഇസ്രായീൽ? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവനൊരു പരിഗണനയുമില്ല നബിയേ, ഇവനോടൊരു കരുണയും ഞാൻ കാണിക്കില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ? ഇവൻ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരോ. ഞാൻ ഇവനോട് ഒരുപാട് ഉപദേശിച്ചതാണ്, എന്നിട്ടും ഇവൻ നന്നാകാത്തവനാണ്. റസൂലുള്ള ചോദിച്ചു, എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അസ്റായീലിന്റെ പേര് കേൾക്കുന്നത് പേടിയാ. എന്തിനാ വാപ്പാ പേടിക്കുന്നത്? നിനക്ക് കാണണോ? മലക്കുൽ മൗത്തിനെ കാണണോ? റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായീലിനെ കാണണോ? കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് വേണമെങ്കിലും നിനക്ക് കാണാവാ. ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായീലിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് വാഴ കിടന്ന് പിരിഞ്ഞു പോയി, വീട്ടിൽ പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, നാളെ രാവിലെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ എഴുന്നേക്കണേ ചെറുപ്പക്കാരാ. ഒന്നെഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് കിടന്നു വന്നിട്ട് വെളിയിൽ നിന്ന് ഒളിവെടുത്തിട്ട് ഈ പള്ളിയുടെ കവാടം കയറുമ്പോൾ, ഈ പള്ളിയുടെ കവാടം കയറുമ്പോ, പള്ളിക്കകത്തേക്ക് വലത് കാല് വെച്ച് കയറുമ്പോ ഒന്ന് കണ്ണു തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. നിൽക്കുന്നുണ്ടടാ പൊന്നുപോലെ വാപ്പാ ഇസ്രായീൽ. ഈ പള്ളിയുടെ കവാടത്തില് നീ നിസ്കരിക്കാൻ കടന്നു വരുമ്പോ ചിരിക്കുന്നു മുഖത്തോട്, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിന്റെ ചെവിയിൽ പറയുന്നുണ്ട്, വാപ്പാ ഈ നമസ്കാരം നിലനിർത്തിയോ എന്നെ ഇതുപോലെ മരിക്കുന്ന സമയത്തും കാണാവുമ്പോ. ഇന്നത്തെ ദിവസം 5 നേരം ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമിനോട് ഇസ്രായീൽ പറയുന്നുണ്ട്, നമസ്കരിക്കാതെ പള്ളിയുടെ മുന്നിലൂടെ പോകുന്നവനോട് ഇസ്രായീൽ അവിടെ നിന്ന് വിളിച്ചു പറയും, നടന്നോടോ. അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നു, അധികാരിയെ പോലെ നടന്നു. ഒരു ദിവസം നിന്റെ മുന്നിൽ ഞാൻ വരും, എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മല
മലമൂത്ര വിസർജനം നടത്തിയിട്ട് നിനക്ക് ചാകേണ്ടി വരുമടാ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ഇവനോട് പറഞ്ഞതാ. എന്നിട്ടും ഇവൻ അനുസരിച്ചില്ല നബിയേ. ഇവനോട് കരുണയില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാ നബിയേ. ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുകയാ. അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മലക്കുൽ മൗത്ത് അസ്റായീലേ, ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഈ ലോകത്ത് ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുമ്പോ നീയൊന്ന് ചിരിക്കുമോ അസ്റായീൽ? അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ. പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, കളയാകാതെ നിസ്കരിക്കുന്ന പെങ്ങളെ എങ്ങനെ വരുമെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. വീടിന്റെ മുന്നിൽ വന്നിട്ട് അസ്റായിൽ പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. സലാം പറഞ്ഞിട്ടാ കടന്നു വരുന്നത്. പടച്ചവരെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. മരണവേദന വല്ലാത്ത വേദനയാ. വാപ്പാ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കൊതിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താൻ പടച്ചവരെ മരിച്ചുപോയ നിന്റെ മാതാപിതാക്കളുടെ രൂപത്തില് കയ്യില് വെള്ളം പിടിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, മോനെ കുടിക്കാ വെള്ളം തരാ. വാപ്പയാ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ. നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ വേച്ച് നടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. വാപ്പാ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ നീ പേടിക്കണ്ട. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ. നിന്റെ വാപ്പയോ നിന്റെ മക്കളോ നിന്റെ കൂടെ പുറപ്പോ ഭാര്യ മക്കളോ ആരുമില്ലെങ്കിലും നീ ഭയപ്പെടണ്ട. നിന്റെ തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ നിന്റെ തലയുടെ വലത് ഭാഗത്ത് നിന്നിട്ട് അസ്റായിൽ പറഞ്ഞു തരും, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ പറയുമെന്ന് പറയടാ, റൂഹ് പിടിക്കട്ടെ. ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. അതുകൊണ്ട് പറമോരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പ നീ എവിടെ കിടന്ന് മരിച്ചാൽ എന്താ, നീ ഒന്നും പേടിക്കണ്ട. നിനക്ക് ആരും പറഞ്ഞുതരാ ഇല്ലെന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ട. തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ഈ പള്ളിയുടെ കവാടത്തിൽ വെച്ച് നിന്നെ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച അസ്റായിൽ നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ മുതൽ പള്ളിക്കകത്ത് കയറുമ്പോൾ കണ്ണ് തുറന്ന് നോക്കിക്കോ, എന്നെങ്കിലും ഒരിക്കൽ കാണണം. എന്തെങ്കിലും ഒരിക്കൽ മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ പള്ളിയുടെ കവാടത്തിൽ വെച്ച് അസ്റായിലിനെ കാണണം. അല്ലാഹു നമുക്കുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ചെയ്ത വാക്ക് പാലിക്കുക. മനുഷ്യരോടുള്ളതല്ല, അള്ളാഹുവിനോട് ചെയ്ത കരാറെങ്കിലും പാലിക്ക്. വാക്ക് പറഞ്ഞ പാലിക്കണേ. പാലിച്ചാൽ അള്ളാഹുവെ പടച്ചവനെ നാളെ പരലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഇപ്പൊ കമ്മിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും രാഷ്ട്രീയക്കാരുടെയൊക്കെ വാഗ്ദാനങ്ങൾ വേറെ, കമ്മിറ്റിക്കാരുടെ വാഗ്ദാനങ്ങൾ വേറെ. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പലതും. അധികാരങ്ങളൊന്നും ആരും ചോദിച്ചു വാങ്ങില്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്ന് എനിക്കറിയില്ല. അധികാരം ചോദിച്ചു വാങ്ങരുത്. അതുകൊണ്ടാണ് പണ്ടുള്ള ഇന്നൊക്കെ മഹല്ലുകൾ അടിയ. ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ പോയി, പടച്ചവനെ ഒന്ന് ഒരു പള്ളിയുടെ മതിലിടിഞ്ഞു വീണു, അത് കെട്ടാൻ പോലും അനുവദിക്കില്ല, അപ്പോഴും കേസാ. മക്കുബറയുടെ മതിലിടിഞ്ഞു വീണു, കെട്ടാൻ പോയാൽ അപ്പോഴും കേസ്.
കേസ് 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 അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചില ആൾക്കാർ. എന്ത് മനുഷ്യന്മാരാ. എന്നിട്ട് എങ്ങനെയാ വോട്ട് പിടിക്കാൻ? എന്തൊക്കെയാ ഇലക്ഷൻ പാർട്ടികൾ നടത്തുന്ന പോലെ ലക്ഷ്യം വെച്ചിട്ട് അധികാരം കയറുമ്പോൾ എല്ലാം ഞാൻ ചെയ്തേക്കാം. അങ്ങനെയൊന്നും ചെയ്യരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ പണ്ടുള്ള ആൾക്കാരുടെ ഒക്കെ പോയിട്ട് പറയും, വാപ്പ നിങ്ങൾ പ്രസിഡന്റ് ആവണം. അല്ലോ എനിക്ക് വയ്യ, നിങ്ങൾ ആകിയ ഞാനാവത്തില്ല. അങ്ങോട്ട് പോയിട്ട് ആകാൻ പറഞ്ഞാലും വയ്യ, ഇങ്ങോട്ട് ഒരു എനിക്ക് വേണം എനിക്ക് വേണം. അധികാരം ചോദിച്ചു വാങ്ങരുത്. ചോദിച്ചു വാങ്ങിയാൽ മരിക്കുന്നതിന് മുമ്പ് 3 ശിക്ഷ കിട്ടുമെന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദന്മാരെയൊക്കെ വരച്ച വരയിലാ നിർത്തണം. ഇങ്ങോട്ട് വാ, എന്ത് വന്നാലും പറഞ്ഞിട്ടേ പോകാം. ഉസ്താദന്മാരെയൊക്കെ ഭരണം. ഫാത്തിഹ ഓതാൻ അറിയാത്തവൻ ഉസ്താദന്മാരെ ഭരിക്കും. ആലിമീങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികൾ, അവരൊക്കെ ബഹുമാനിക്കേണ്ടത്. ഇങ്ങോട്ട് വരച്ച വരയെ നിർത്താം. വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പോൾ എടുത്ത് വഴക്കുണ്ടാക്കും, തീർക്കേണ്ടത് പള്ളിയിലെ മോദിനോടാ. അങ്ങനത്തെ അവസ്ഥ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇവിടുത്തെ കമ്മിറ്റിയല്ല, അള്ളാഹി ഞാനും വിചാരിച്ചേക്കല്ലോ. പറഞ്ഞെന്ന് അർത്ഥം അധികാരം ചോദിച്ചു വാങ്ങല്ലേ, 3 ശിക്ഷ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയാം, വരച്ച വരയിലൊക്കെ നിർത്തിയ മഹാന്മാരുണ്ടെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ചോ. ഒന്ന് അവൻ നാട്ടുകാരുടെ മുന്നിൽ നാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാട്ടുകാരുടെ മുന്നിൽ നാറിയിട്ടുണ്ടാകും. 2 ജയിൽവാസം. ഉണ്ട തിന്നാനുള്ള യോഗം ഉണ്ടാവും. കേസ് എപ്പം നോക്കിയാൽ അതേ ഉണ്ടാവുള്ളൂ. ഒന്നി ഉണ്ട തിന്നാനുള്ള യോഗം ഉണ്ടാകില്ലെങ്കിൽ കേസ് 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 കേസ്. അല്ലാഹുവേ, ഒരു സമാധാനമില്ല. 3 നല്ല ഒരു യാത്ര കിട്ടത്തില്ല. ഇവിടൊക്കെ കിടന്ന് സർവ്വതൊക്കെ താമസിച്ചിട്ട് നേരെ ചൊവ്വ പോവില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടുത്തെ ഭാരവാഹികൾ അല്ലാഹു അവർക്ക് അർശിന്റെ താഴെ ഒരു സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. പിന്നെ എല്ലാരും കൂടെ ചെലവന്മാരെ കൈ കൊടുത്താൽ പള്ളിയുടെ അടിവാരം വരെ ഇളക്കിത്തരും. എങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് മാറി നിൽക്കാനും പാടില്ല. ചില കാര്യങ്ങൾ അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവിടെ ഇരുന്നില്ലെങ്കിൽ വേറെ ആരും കയറിയിരിക്കും എന്ന് പറയണ പോലെ ചില സമയങ്ങളിൽ അധികാരം എടുക്കണം. അങ്ങനെ വാങ്ങുന്നവർക്ക് അല്ലാഹുവേ പള്ളിയുടെ ഖിദ്മത്ത് ഭരണം മാറിയിട്ട് പരിപാലനമാകണം. പരിശുദ്ധമായ കഅബയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ വീട്, ഏറ്റവും വലിയ ഭവനം. ഖാദിമുൽ കഅബൈനീന അവിടുത്തെ രാജാവിന്റെ പേരിന്റെ താഴെ എഴുതിയിരിക്കണം. അല്ല കഅബയുടെ പ്രസിഡന്റ് എന്നല്ല, മനസ്സിലാക്കിയാ മതി. പരിശുദ്ധമായ ഹറം അവിടെ നോക്ക്, അവരുടെ ഖാദിമുൽ കഅബ, അല്ലാഹുവിന്റെ വീടിന്റെ ഖാദിം, സേവകൻ. അതാ പള്ളിയിലെ പരിപാലകരാ. ഭരണമാകരുത്. അല്ലാഹു ഇവർക്കൊക്കെ അർശിന്റെ താഴ്ഭാഗം കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വാക്ക് പറഞ്ഞ പാലിക്ക്, ലംഘിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബറക്കത്തില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി എന്നിട്ട് പറഞ്ഞ, നബിയെ സമ്പത്തുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല, ജീവിതം നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം തിന്നാൻ പൈസ ഉണ്ട്, നിറയുന്നില്ല വയറ്. തിന്നിട്ട് വയറ് നിറയണില്ല. വീട്ടിൽ കയറി പോകാൻ വയ്യ, ഭാര്യയും മക്കളും കൂടെ ഉണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. പിന്നെന്ത് ജീവിതം? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, സുബഹിക്ക് ശേഷം ഉറങ്ങല്ലേ, നിന്റെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ നല്ല രസമല്ലേ? പെണ്ണുമ്പിള്ളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. ഉറങ്ങല്ലേ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ലേ. ഉറങ്ങിയ പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല. നല്ല സമയമല്ല, ഉറങ്ങേണ്ട സമയമല്ല അല്ലേ? അന്ന് ഉറങ്ങിയ പിന്നെ പോയി ജീവിതം. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഏത് വാപ്പ തന്റെ മക്കളെ തല്ലാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. വീട്ടിൽ നല്ലൊരു വടി കൊടുക്കേണ്ട സമയത്ത് മക്കൾക്ക് കൊടുക്കാൻ അങ്ങനെ വെട്ടിവെച്ചിട്ടുണ്ടാ? വീട്ടിലൊരു വടിയുള്ള വാപ്പമാരൊക്കെ കൈവഹിക്കാം. മക്കളെ തല്ലാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അല്ലാഹു അല, ചുമ്മാതല്ല വാപ്പ. നിങ്ങൾക്കൊക്കെ തരേണ്ട സമയത്ത് നിങ്ങളുടെ വാപ്പയൊക്കെ തന്നത് കണ്ട് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റി. ഇപ്പോഴോ വീട്ടില് വടി പോയിട്ടൊന്നുമില്ല, ഇരുന്ന് കണ്ണീരാ. വല്ലവന്റെ കൂടെ ഒളിച്ചോടുന്ന മക്കള്. കാലവത കണ്ണീര് കുടിക്കുന്ന എന്തുകൊണ്ടാ? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തതുകൊണ്ടാ. ഇനിയെങ്കിലും ഒരെണ്ണം വെട്ടിവെയ്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീയെങ്കിലും ഒന്ന് വെട്ടിവെച്ചോ. വീട്ടിലൊരു വടി വേണം. എവിടെയാണെന്ന് ചോദിച്ചറിയണം. വാപ്പാടെ വടി ചൂരിൽ അവിടെ ഇരിപ്പുണ്ട്, കിട്ടും. വേടിച്ച് വാങ്ങിച്ചു വെച്ചോ. ഒരു ചൂരിൽ വാങ്ങാൻ പൈസയാണെങ്കിൽ ഒരു കാപ്പിക്കമ്പെങ്കിലും വെട്ടി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
റസൂലുള്ള പറഞ്ഞു, എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ, ഇന്ന് പോകുമ്പോ തിരിച്ചു പെണ്ണുങ്ങൾ പറയും നമുക്കൊന്നും പറഞ്ഞില്ല എന്ന്. പെണ്ണെ, റസൂലുള്ള പറഞ്ഞു, നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ വീട്ടിലുണ്ടാകണം. അള്ളാഹു അങ്ങനെയുള്ള ഭവനമാക്കി തരുമാറാകട്ടെ. ആണുങ്ങളോട് 2 എണ്ണം, പെണ്ണുങ്ങളോട് 2 എണ്ണം ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1, ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനെ വളർത്തിയ പരമനുഷ്യന്മാരെന്താ ആടെന്ന് പറയാൻ പേടി? ആടെന്ന് പറയാൻ തന്നെ പേടി. അത് നിരോധിച്ചിട്ടൊന്നുമില്ല, പേടിക്കണ്ട. ആടിനെ ഏത് വീട്ടിൽ വളർത്തുന്നോ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടോ? ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ബർക്കത്തിനെങ്കിലും ഒന്ന് കൈവക്കിക്ക്. ആരുടെയെങ്കിലും. എല്ലാവരുടെ വീട്ടിലും TV ഉണ്ടോ? ചിരിക്കണ ഉണ്ട് ഉസ്താദേ, ബർക്കത്തിലുണ്ടില്ലേ? ചിലത് 2 എണ്ണൊക്കെ അല്ലേ. ആടിനെ വളർത്തിയ ക്ഷമയുണ്ടാകുന്ന എല്ലാ പ്രവാചകന്മാരും ആട് മേച്ചവൻ. ആടിനെ മേച്ച ആട് ബർക്കത്തുള്ള ജീവിയാണ്. ചാവാലി പട്ടി പ്രസവിക്കുമ്പോ 3 എണ്ണം പ്രസവിക്കും. 5 എണ്ണത്തിനൊക്കെ ഒറ്റ പേരാ പട്ടി അല്ലേ. എത്രയോ പഞ്ഞിനെ നായി പ്രസവിച്ച് കൂട്ടാറുണ്ട്. ആട് കൂടിപ്പോയ 1, 2 എണ്ണം, അതിൽ കൂടുതലൊന്നും പ്രസവിക്കാറില്ല. കൂടിപ്പോയ 3 എണ്ണം. അതൊക്കെ വളരെ മുഹാല, ചെറുപ്പം. എന്റെ പ്രിയമുള്ള സഹോദരി, എങ്കിലും എത്ര കാലം മുതൽ ആടിനെ തിന്നുന്നുണ്ട് നമ്മളൊക്കെ? തീരുന്നുണ്ടോ എവിടെയെങ്കിലും? എന്നാ പട്ടി ചത്തി എവിടെ പോണെന്ന് പോലും അറിയണില്ല. ഈ സാധനങ്ങളൊക്കെ പെറ്റ് പെരുവി കൂടുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ആട് ബർക്കത്തുള്ള ജീവിയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. കോഴിയെ തിന്നാൻ മാത്രമുള്ളതല്ല, വളർത്താനുള്ളതാ. പെണ്ണുമ്പിള്ള പറയും, ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിയിട്ടിരിക്കണത് കോഴിക്ക് കാഷ്ടിക്കാനല്ല. എവിടെന്നും വേണ്ട. കോഴിയെ വളർത്തണം വീട്ടിൽ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉണ്ടാ ആട്ടുകല്ലുണ്ടാവോ വീട്ടില്? ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല പുതിയ തലമുറയ്ക്ക്. ആട്ടുകല്ലെന്നല്ലേ പറയും, മിക്സിയുടെ ആട്ടുകല്ല് ആരുടെങ്കിലും വീട്ടിലുണ്ടോ? നിന്റെ പെണ്ണുപിള്ള പറയുന്നു പറയാ, അങ്ങാർക്ക് അങ്ങനൊക്കെ പറയാ, നമുക്കല്ലേ അറിയുന്നു. അവക്ക് തിന്നുന്നതും പാടാ. പെണ്ണുങ്ങൾക്ക് തിന്നുന്നതിന് തിന്നാനുമുള്ള വാനങ്ങളും വെള്ളം കൊണ്ട് കിട്ടിയാൽ മതി പറഞ്ഞ അങ്ങനെ. ആട്ടുകല്ല് അത് വേണം. ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കരുതെന്ന്. നമ്മൾ പലരും മറന്നുപോയി വന്നത്. പണ്ട് ഒരു കൂരയ്ക്കകത്ത് നിരന്ന് കിടന്നൊരു കാലുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇടാൻ പോലും വസ്ത്രമില്ലാത്തൊരു കാലം. പാപ്പ മുണ്ട് മുറുക്കി ഉടുത്തിയിട്ട് നടന്നൊരു കാലുണ്ടായിരുന്നു. ഇന്ന് നല്ല വീടും പണമൊക്കെ ആയപ്പോ ഇന്ന് അടുക്കള 2, 3 അല്ലേ? ഇന്ന് അടുക്കള എത്ര? പണ്ട് വീട്ടിൽ ഒരുപാട് അടുക്കള വെക്കില്ല. മഹാന്മാര് പറയാ, ഒരു അടുക്കള മതി വീട്ടിൽ, ചെറുത്. പണ്ട് നിന്റെ വീട്ടിൽ 10 പേരുണ്ടെങ്കിലും ഒരു ചെറിയ അടുക്കള. മനസ്സുകൾ തമ്മിൽ അടുപ്പുണ്ടായിരുന്നു. ഇന്ന് 3, 4 ആയി. ഇന്ന് വെളിയിലെ അടുക്കള. പണ്ട് ആൾക്കാർ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാഷ്ടിക്കാൻ പുറത്തു പോവായിരുന്നു. ഇന്ന് പുറത്തുനിന്ന് തിന്നിട്ട് കാഷ്ടിക്കാൻ വീടിനകത്ത് വരുന്ന അവസ്ഥ. ബെഡ്റൂമിനകത്ത് ബാത്റൂം ഇരിക്കണേ. ഹാളിലെന്നല്ല, ബാത്റൂം ബെഡ്റൂമിനകത്ത് അങ്ങനെ ആയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വന്ന വഴി മറക്കരുത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ ആട്ടുകല്ലുണ്ടോ അതൊരു ബർക്കത്താ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. ഇതൊന്നും കാണൂല വീട്ടിൽ. മണ്ണിപ്പോ ചോറ് വെക്കണത് കറണ്ടില്ല, പിന്നിപ്പോ എന്തിനാ കറിച്ചട്ടിയൊക്കെ. എന്റെ പ്രിയമുള്ളവരെ, ഈ 4 സാധനങ്ങൾ രാവിലെ എറണാകുളം ചന്തയിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, റബിയ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് മോഹമുണ്ട് നബിയേ, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. ആരാര് തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകത്ത് നിന്ന് എന്റെ പ്രിയമുള്ള പെങ്ങള്, ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല പെണ്ണ്. അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ പൊന്നുമോള്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുകയാണ്. സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് മക്കള് പറയുന്നു, അല്ലാഹ്
എന്റെ ഉപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റ് എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നരകത്തിൽ പറഞ്ഞിട്ട് എനിക്കൊന്ന് സ്വർഗം തരുമോ എന്ന് നാട് നമ്മുടെ മക്കള് പറയുന്ന ദിവസം യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ. ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ചെന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് തരുമോ, എന്റെ തറവാട്ടിലേക്ക് എനിക്ക് പോകണം നബിയേ, അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു പോകാനുള്ള മൂന്നാമത്തെ വഴി റസൂലുള്ളാഹ് പറയുന്നു. ആദാ റസൂലുള്ളാഹ് പറയുകയാണ്, റബിയ, ആരെയും ചതിക്കല്ലേ റബിയ, വിശ്വാസവഞ്ചന കാണിക്കല്ലേ റബിയ. എന്റെ റസൂലുള്ളാഹ് പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, കൂടെ നിന്നിട്ട് ചതിക്കല്ലേ, ചതിക്കല്ലേ, വഞ്ചന കാണിക്കല്ലേ. റസൂലുള്ളാഹ് പറയുന്ന നാളെ വരുന്നത് എങ്ങനെയെന്നറിയുമോ? പടച്ചവരെ, ഇവിടുത്തെ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങളെ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് വരുന്നത് പിൻദ്വാരത്തിൽ വലിയ കൊടികുട്ടി വെച്ചിരിക്കുകയാ. അവന്റെ മലധാരത്തിലേക്ക് വലിയ ഒരു കൊടികുട്ടി വെച്ചിട്ട് നടക്കാൻ കഴിയാതെ ഇടഞ്ഞിടഞ്ഞ് നാളെ പരലോകത്ത് കടന്നു വരുന്ന വിഭാഗമുണ്ട്. ജനങ്ങൾ മുഴുവനും അല്ലാഹുവേ, ഈ വൃത്തികെട്ടവനാരാ, പിൻതാരത്തിൽ കൊടികുട്ടി വെച്ച് വരുന്നവനാരാ? എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു, ജനങ്ങളെ, ഇവനെ ചതിയനാ, ഇവനെ കൂടെ നിന്നിട്ട് വഞ്ചിച്ചവരാ. റസൂലുള്ളാഹ് പറയുന്നു, വഞ്ചകന്മാർക്കുള്ള ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചതിയും വഞ്ചനയും കാണിക്കുന്നവർ ആളെ വരും. ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുന്നു. അങ്ങനാണെങ്കിൽ പള്ളിയുടെ മിനാരമൊക്കെ നമ്മുടെ കൊടിയുടെ മുന്നിൽ തോറ്റുപോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എവറസ്റ്റ് ഒക്കെ ചെറുതെന്ന് അവനവൻ ചതിച്ച കണക്കൊന്ന് കൂട്ട്. എന്തൊക്കെ ചതിയും വഞ്ചനകളാ. പടച്ചവനെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവന്മാരുണ്ട്. കൂടെ നിന്നിട്ട് ചതിക്കുന്ന ആൾക്കാര് കച്ചവടത്തിലും ഏത് വിഷയം ചതിയും വഞ്ചനയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഇന്ന് വിവാഹ ജീവിത, ഭർത്താവ് ഗൾഫില, ഭാര്യ ഇവിടെ ഇങ്ങനെ നല്ല സ്വഭാവം നടക്കാം. രാവിലെ നമ്മുടെ പെമ്മക്കളുടെ അവസ്ഥ, രാവിലെ വാപ്പയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് പോവാ, വരണില്ല, അല്ലാഹുവേ ട്യൂഷൻ ഉണ്ട് അതുണ്ടെന്ന് പറഞ്ഞിട്ട് പോണ മക്കൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പെമ്മക്കളെ ഒരു വാപ്പായും കൂടുതൽ നമ്പണ്ട. വളരെ ഞാൻ പറയാം, പെമ്മക്കളിൽ കൂടുതൽ വിശ്വാസമൊന്നും വേണ്ട. കാരണം ഇവളുമാരുടെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറണമെന്നറിയില്ല. ഇവളുമാരുടെയൊക്കെ സ്വഭാവം, ഞാനൊരു അനുഭവം പറയാം. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ സ്വന്തം മകനെ പോലെ എൻ്റെ ഉപ്പമാരോട് പറയാം, അനുഭവസ്ഥനായതുണ്ട്. പടച്ചോനെ, നമ്മുടെ പെമ്മക്കൊക്കെ എന്ത് പറ്റി? അടുത്തൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദ്, മുസ്ലിമിൽ നിന്ന് ഒരാണും മറ്റൊരു മതത്തിലേക്ക് പോകുന്നില്ല, പെണ്ണുങ്ങൾ മാത്രം പോകുന്നു, അതിന്റെ കാരണം എന്താ? ഉത്തരം മുട്ടിപ്പോയി. ഏതെങ്കിലും ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാണ് ഇസ്ലാമിന്റെ പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല, പെൺമക്കൾ പോകുന്നു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? അതാ കണ്ടുപിടിക്കേണ്ടത്. ഉസ്താദിന്റെ ന്യൂനതയല്ല, മറ്റുള്ളവന്റെ ന്യൂനതയല്ല. നീ ആദ്യം നിന്റെ ന്യൂനത കണ്ടിടും. ആദ്യം നിനക്ക് പറ്റിയ പിഴക് എന്താണെന്ന് തിരുത്ത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മക്കളൊക്കെ ഓടെ ഈ അടുത്ത് അല്ലാഹു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് വാ, അത്യാവശ്യമാവാ. കഴിക്കാനിരുന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ തന്നെ പിടിച്ചുകൊണ്ടൊരു വീട്ടിലേക്ക് കയറി ചെന്നു. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാപ്പയും അമ്മയും മണ്ണെണ്ണ എടുത്തിട്ടുണ്ട് നിൽക്കുന്നു. മോള് ബാഗും പിടിച്ചോണ്ട് നിൽക്കാം. മോള് ബാഗും പിടിച്ചോണ്ട് നിൽക്കണ്. എന്ത്? ചാടി പോയിട്ട് പിടിച്ചോണ്ടോ നിർത്തിക്ക, വീണ്ടും പോവാൻ നിൽക്ക. മുസ്ലിം പോവില്ലല്ല, അമുസ്ലിം ആയൊരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ പറയുന്നതിൽ സങ്കടമുണ്ട് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. അല്ലാഹുവേ, ഈ പെണ്ണിനോട് ഉപദേശിക്കാൻ ഞാൻ എന്നാ ഉപദേശിക്കാനാ? ബാഗ് എടുത്തോണ്ട് നിൽക്കുന്നിടത്ത് പോയിട്ട് പോകണ്ടെന്ന് പറഞ്ഞ ഓള് പോവാ. സ്വന്തം തള്ള മണ്ണെണ്ണ എടുത്തോണ്ട് നിൽക്കുക, പോവാ നിൽക്കുക. അവസാനം ഒരുപാട് കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉസ്താദ്, ഇവളിവിടെ ഇറങ്ങിയ ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ചാവുക, എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരുത്ത പെറ്റുപോയില്ല. അവര് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങളെ കാണാൻ മരിച്ച ഇവിടെ കാണാൻ പോലും അനുവദിക്കരുത്. ഞാൻ വരൂല ഉമ്മ നിങ്ങളെ കാണാൻ. അവള് പറയാ, 19 വയസ്സുണ്ടവക്ക്, അറിവില്ലാത്തവളല്ല. ഞാൻ വരൂല ഉമ്മ നിങ്ങളെ കാണാൻ. അവസാനം അവള് പറയാ, ഞാനിപ്പം തൂങ്ങും, കതക് തുറക്ക്, ഞാനിപ്പം തൂങ്ങും, ഇല്ലെങ്കിൽ ഞാൻ ചാവുന്നു. നീ ചത്തോ? ഉമ്മ പറയാ. എന്നാലും 4 ദിവസമല്ലേ നാട്ടുകാർ പറയും. മോളെ, നീ തൂങ്ങി മരിച്ച 4 ദിവസം നാട്ടുകാർ പറയും. നീ പോയാ സഹിച്ച് ജീവിക്കണ്ടേ? അവസാനം വാപ്പാനെ പിടിച്ച് തെള്ളി കതക് തുറക്കാൻ വേണ്ടി. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല.
എനിക്കൊരു അട്ടി കൊടുക്കാൻ വേണ്ടി കൈ പൊങ്ങിപ്പോയി, പക്ഷെ പീഡനമാണെന്ന് പേടിച്ചിട്ട് ഞാൻ അടിച്ചില്ല. അവസാനം എന്ത് പറഞ്ഞിട്ട് ഈ പെണ്ണ് കേൾക്കാതെ വന്നപ്പോ അവസാനത്തെ അടവെന്ന രീതിയിൽ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതി വെച്ചിട്ട് നീ പൊക്കോളെ, എന്റെ ഉപ്പയും ഉമ്മയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവള് ചോദിച്ചു, എവിടെയാ എഴുതണ്ടേ? അല്ലാഹു കാക്കുമാറാകട്ടെ. എവിടെയാ എഴുതണ്ടേ? എനിക്കെന്റെ ചെറുപ്പക്കാരനല്ലേപ്പാ, എന്റെ ആകെ ഉള്ളതൊക്കെ വിട്ടുപോയി. പിന്നെ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവസാനം ഉപ്പയുടെ കണ്ണീര് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, വാപ്പാ ഒന്ന് റമളാൻ മാസമല്ലേ, ഒന്ന് കഅബയിൽ പോ, നന്നാവും ചിലപ്പോ. ഒന്ന് കഅബയിൽ പോകാനില്ലാത്ത കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കി ഭാര്യയും ഭർത്താവും മകളും കൂടെ പരിശുദ്ധ ഹറമിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിസയൊക്കെ അടിച്ചു. പോകുന്നതിന്റെ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ ഈ മോളുടെ അടുത്ത് പോയി. കാരണം അന്ന് ദേഷ്യപ്പെട്ടപ്പോ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഒന്ന് പൊരുത്തം ചോദിക്കാൻ തോന്നി. ഞാൻ ആ പെൺകുട്ടിയുടെ അടുക്കൽ, ഞാൻ കള്ളം പറയില്ല സഹോദരങ്ങൾ, നിങ്ങൾക്കൊരു മകനെ പോലെ പറയാ, ഈ ഉമ്മമാര് നല്ലപോലെ കേൾക്കണം. ഞാൻ ഈ മകളുടെ അടുക്ക പോയിട്ട് പറഞ്ഞു, പരിശുദ്ധമായ കഅബ ആദ്യമായിട്ട് കാണുമ്പോ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും, നീ എന്ത് ചോദിക്കും? പരിശുദ്ധമായ കഅബ കാണുമ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും, നീ എന്ത് ചോദിക്കും? എനിക്ക് അവനെ കിട്ടണമെന്ന് ഞാൻ ചോദിക്കുന്നു. അവൾ എന്നോട് പറയാ. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, മോളെ അവനെ മുസ്ലിമാക്കി തരണമെന്നെങ്കിലും ചോദിക്കണേ, അവനെ മുസ്ലിമാക്കി തരണേന്നെങ്കിലും ചോദിക്കണേ. ഇതാ ഗതികേട്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇനി അവിടെ പോണേന്ന്? ഇനി കാണാൻ പറ്റത്തില്ലല്ലോ ഉസ്താദെ, ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറയാ ഇനി ഒരിക്കലും ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ, വല്ലാഹി ഞാൻ കള്ളം പറഞ്ഞില്ല, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പോയാ കഅബ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അവസാനമല്ലേ ഒന്ന് കണ്ടിട്ട് വരാം. പോയിട്ട് തിരിച്ചു വന്നു, ഒരു മാറ്റവും ഇല്ല. അവൾ അവിടെ നിന്നിട്ടും പറഞ്ഞത്, ആ വിഷയം ഒഴിച്ചു വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം. ഇതാ കാലം, റമളാൻ മാസം അവസാനത്തെ 10 ദിവസം സർവ്വ ശൈത്താന്മാരെയും അല്ലാഹു കെട്ടിയിട്ടിരിക്കുന്ന ഈ മാസം. എന്തേ നമ്മുടെ പെമ്മക്ക് എന്തേ? പാപ്പാ നിന്റെ അടുക്കൽ ആരെങ്കിലും വന്നു മകൾ അങ്ങനാന്ന് പറയുമ്പോ, ഇല്ല ഉസ്താദേ, എന്റെ മോൾ അങ്ങനെ, അവള് മലക്ക് പ്രസവിച്ചല്ലേ, അവളത് ചെയ്യൂല. അങ്ങനെ പറയല്ലേ, കൂടുതലും നമ്പല്ലേ. 2 ദിവസം മുമ്പ് ഞാനും നിങ്ങളും വാട്സപ്പിൽ ഒരു വാപ്പയുടെയും സഹോദരന്റെയും കണ്ണീര് കണ്ടതാ. തലശ്ശേരിയിൽ ഒരു വാപ്പ യാചിക്കുന്നു മകളോട്, 20 കൊല്ലം പോറ്റി വളർത്തിയ മകളോട് യാചിക്കാം, മോളെ പോകല്ലേ, മോളെ പോകല്ലേ, മോളെ യാചിക്കുന്ന ഒരു ഉപ്പ, ഒരു സഹോദരൻ. ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് വാപ്പയുമ്മയും അല്ലാഹുവേ കോടതിയുടെ മുന്നിൽ നെഞ്ചു പൊട്ടിയിട്ട്, ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിൽ പിറന്നല്ലോ എന്ന് പ്രാകുന്ന സമയത്ത് തന്റെ കാമുകന്റെ കൂടെ പോലീസിന്റെ വണ്ടിക്കകത്തിരുന്ന് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിടുന്ന നമ്മുടെ സമുദായത്തിലെ മക്കൾ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രക്ഷപ്പെടൂല്ല പെങ്ങന്മാരോട് ഞാൻ പറയാ, മനസ്സറിഞ്ഞിട്ട് പറയുന്നു, വല്ലാഹി സത്യം, വല്ലാഹി വല്ലാഹി സത്യം, പൊന്നുമോളെ ശപിക്കുകയല്ല. ഏതെങ്കിലും ഒരു പെണ്ണ് അള്ളാഹുവിനെ മറന്നിട്ട് ഇറങ്ങിപ്പോയാ, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങിപ്പോയാ, പുഴുത്തല്ലാതെ നീയൊന്നും മരിക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തിന്നിട്ട് എല്ലിനകത്ത് കൊഴുപ്പ് കയറുമ്പോ ഇവളങ്ങ് പോകും. ഇവളുടെ ഉമ്മായിക്ക് ഒരു പട്ടം കൊടുത്തിട്ടാ പോണേ. 9.5 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റുമാൻ ഒരു പട്ടം കൊടുക്കണമല്ലോ, ഒരു വലിയ ബഹുമതി. എന്തേ കൊടുക്ക? ഇവള് തിന്നിട്ട് വല്ലവന്റെ കൂടെ സുഖിക്കാൻ പോകും. മോള് പൊക്കഴിയുമ്പോ നാട്ടിലെ അയൽവാസികളായ പെണ്ണുങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഓരോ പെണ്ണും കേട്ടോ, നീ പോകുമ്പോ നിന്റെ അയൽവാസികളായ പെണ്ണുങ്ങൾ പറയുന്ന ഒരു വാക്ക്, ഉമ്മാന്റെ സ്വഭാവമല്ലേ മോള് കാണിക്കും എന്ന് പറഞ്ഞാൽ, വേലി ചാടുന്ന ഉമ്മ, അപ്പൊ അതല്ലേ മോള് കാണിക്കും. മറ്റൊരുത്തന്റെ കൂടെ മോള് പോയിട്ടുണ്ട്, അപ്പൊ നാട്ടുകാര് പറയണത് ഉമ്മാന്റെ സ്വഭാവമല്ലേ മകള് കാണിക്കും എന്ന് പറഞ്ഞാൽ ഉമ്മ വ്യഭിചാരിയാണെന്ന്. അങ്ങനെ ഒരു പട്ടമെങ്കിലും മേടിച്ചു കൊടുക്കണമല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരിക്കലും പെൺകുട്ടികളെ കുറ്റം പറയില്ല. റസൂലുള്ള പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്തി കൊടുക്കാതെ നിസാരമായി കണ്ട വാപ്പാ, നിന്നെ അല്ലാഹ് വെറുതെ വിടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പ,
താടിക്ക് നീളം ഇത്രയാണ്, നിസ്കാര തഴമ്പുണ്ട്, അസറിന് വന്ന ഇശാ കഴിഞ്ഞേ പോകൂ. പക്ഷേ ഇശാ കഴിഞ്ഞ് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യയും മക്കളും ടിവിയുടെ മുന്നിലിരുന്ന് സീരിയൽ കാണുകയാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്ത വാപ്പാ, സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത, സ്വന്തം മക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത വാപ്പാ, പിന്നെ എന്തിനാ ഉപ്പാ ജീവിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ മക്കൾക്ക് അല്ലാഹുവേ പടച്ചവനെ ഫോൺ വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കള്, മോളെ നശിച്ചോ മോള്, മോളെ നശിച്ചോ മോള്. പടച്ചവനെ ചെറുതൊന്നുമല്ല, തലകണയുടെ അത്രയും നീളമുള്ള ഫോണാണ്. പടച്ചവനെ ആരെ വിളിച്ചാല് കുഴപ്പമില്ല, ആരെ ചാറ്റ് ചെയ്താല് കുഴപ്പമില്ല. നശിച്ചോ എന്ന് പറഞ്ഞ മക്കൾക്ക് ഫോണും വാങ്ങി നെറ്റുമെടുത്ത് കൊടുക്കുന്ന ബാപ്പമാര്, കണ്ടവന്മാരുടെ കൂടെ നടക്കാറ്, കൂട്ടുകാരല്ലേ, ഫ്രണ്ട്സ് അല്ലേ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഉമ്മാനെ കണ്ടാ മക്കള് പഠിക്കുന്നത്. ഗർഭിണിയായിരിക്കുമ്പോഴേ പടച്ചവനെ ഉമ്മ പദ, പടച്ചവനെ ഗർഭിണിയായിരിക്കുമ്പോഴ് സീരിയലിന്റെ മുന്നിലിരിക്കുന്നത് കാണുകയാ, പാല് കൊടുക്കുന്നത് ടിവിയുടെ മുന്നിലിരുന്ന, കാമുകനോട് സംസാരിക്കുന്നത് കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട, കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കാമുകന്റെ കൂടെ കറങ്ങാൻ പോകുന്നത്. എല്ലാ വൃത്തികേടുകളും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മ തന്നെയാ. എന്നിട്ട് അവസാനം എന്റെ പ്രിയമുള്ളവര്, നിന്നെ കണ്ട് പഠിച്ച മക്കള് വഴി പിഴച്ചു പോകുമ്പോ മറ്റുള്ളവന്റെ കൂടെ ഓടിപ്പോകുമ്പോ നെഞ്ചത്തിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വളർന്നു വരുന്ന എന്റെ മക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആദ്യം നന്നാകേണ്ടത് നീയാ, ആദ്യം നന്നാകേണ്ടത് നീയാ. നീ നന്നായാലേ നിന്റെ വീട് നന്നാകൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.